രോഹിത്തേട്ടാ, കേരളം ഒരു ദുരന്തമുഖത്താണ്. അപ്പോഴും പക്ക പീറ രാഷ്ട്രീയം കളിക്കാൻ ഈ കമ്മിക്കുട്ടന്മാർക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് ഇന്നലെ മനസ്സിലായി. പത്തനംതിട്ടയിൽ ഈ ഇവിടെ ഒരു അമ്മയെ കൊണ്ട് പറയിപ്പിക്കുകയാണ് കൃത്യമായിട്ട്, ഞങ്ങളുടെ വിജയനായിരുന്നു ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നിരവധി ആ ഒരു ആരോപണം വരുന്നുണ്ട്. അവരത് ആദ്യം പറയുമ്പോൾ നമുക്കും വലിയ വിഷമം വരുന്നുണ്ട്. പക്ഷേ പിന്നീടാണ് മനസ്സിലാവുന്നത് അവിടുത്തെ CPM-ൻ്റെ ഏരിയ ജില്ലാ സെക്രട്ടറി തന്നെയാണത് പറയിപ്പിച്ചതെന്നുള്ളൊരു യാഥാർത്ഥ്യം പിന്നീട് അവർ തന്നെ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഇവർക്ക് ഈ ദുരന്തമുഖത്തും ഇത്രയും വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കാൻ പറ്റുന്നത്? എന്താ പേര്? ബിജിലി. പ്രളയത്തെ അതിജീവിക്കും കേരളം, പക്ഷേ ഈ ബിജിലിയെ പോലുള്ളവരെ അതിജീവിക്കാനാണ് ബുദ്ധിമുട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ദുരന്തങ്ങൾ, ഈ പ്രളയം, മണ്ണിടിച്ചിൽ, അതുപോലെ ലാൻഡ് സ്ലൈഡിങ് പോലെയുള്ള ദുരന്തങ്ങളും പകർച്ചവ്യാധികൾ, മഹാവ്യാധികൾ, കോവിഡ്, നിപ്പ പോലെയുള്ള ഇത്തരം പകർച്ചവ്യാധികളൊക്കെ കൃത്യമായ PR-ലൂടെ ഇമേജ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം. എന്നാൽ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന വർഗം DYFI-യുടെയും SFI-യുടെയും CPM-ൻ്റെയും CITU-ൻ്റെയും അടക്കമുള്ള അടിസ്ഥാന വർഗം, അതായത് കൊടിപിടിക്കുന്ന പാവപ്പെട്ട സഖാക്കന്മാർ, അവർ ഈ മേഖലകളിലൊക്കെ അതികഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അത് മറക്കാൻ പാടില്ലാത്ത ഒന്നാണ്. DYFI ഈ പറഞ്ഞ ഇടതുപക്ഷ സംഘടനകൾ മാത്രമല്ല, വലതുപക്ഷത്തിൻ്റെയും BJP-യുടെയും മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ പ്രത്യേക മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനകളുടെയൊക്കെ പ്രവർത്തകർ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഈ പ്രളയം വന്നപ്പോഴാകട്ടെ, നിപ്പ വന്നപ്പോഴാകട്ടെ, കോവിഡ് വന്നപ്പോഴാകട്ടെ, വയനാട്ട് ദുരന്തങ്ങൾ ഉണ്ടായപ്പോഴാകട്ടെ ഒക്കെ ഇവരെല്ലാം ഫ്രണ്ടിലുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന കുറച്ച് പേർ നോക്കൂ. ഈ പ്രളയം, 2018 പ്രളയം എന്ന് പറയുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട് സ്ത്രീ പ്രവേശന വിവാദത്തിൽ ഇടതുപക്ഷ സർക്കാരും പിണറായി വിജയനും നാറി നട്ടം തെറ്റി നിൽക്കുന്ന സമയത്താണ് പ്രളയം ഉണ്ടാകുന്നത്. ഈ പ്രളയത്തിലൂടെ കേരളത്തിൻ്റെ ക്യാപ്റ്റനായി, കേരളത്തെ ചേർത്ത് പിടിക്കുന്ന, കേരളത്തിൻ്റെ ചിറ്റപ്പനായി മാറാൻ ഈ പറയപ്പെടുന്ന പിണറായി വിജയൻ്റെ PR സംഘം നടത്തിയ വലിയൊരു ശ്രമമുണ്ട്. നമുക്ക് ഓർമ്മയുണ്ട്, ഒരു പാവയ്ക്ക വലിപ്പത്തിലുള്ള ഒരു കേരളത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്ന ഒരു പിണറായി വിജയൻ്റെ ചിത്രമൊക്കെ നമ്മുടെ മുന്നിൽ നിൽപ്പുണ്ട്. അപ്പോൾ സ്വാഭാവികമായും മാധ്യമങ്ങളെ കാണുന്നത് അത്ര സുഖകരമല്ലാത്ത, മാധ്യമങ്ങളോട് സംസാരിക്കാനും മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് അസ്വസ്ഥത കാണിക്കുന്ന പിണറായി വിജയൻ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ വന്നിരുന്ന വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്നു. ഈ വാർത്താ സമ്മേളനങ്ങൾ നടത്തിയിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ചോദ്യങ്ങളില്ല. ഇങ്ങോട്ടുള്ള റേഡിയോ ആണ്. മാധ്യമപ്രവർത്തകർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശമില്ല. മാധ്യമപ്രവർത്തകർ മിണ്ടാതിരിക്കുന്ന സാഹചര്യമുണ്ട്. എന്നിട്ട് നിങ്ങൾ വീട്ടിൽ കെട്ടിയിട്ടിരിക്കുന്ന നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കണം, ഇതൊക്കെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. പശുവിനെ അഴിച്ചുവിടണം, ഇത്തരം കാര്യങ്ങളൊക്കെ. അപ്പം എന്ത് കരുതലാണ് ഈ മനുഷ്യന് എന്ന് തോന്നിപ്പോകുന്ന തരത്തിലേക്കൊക്കെ പിണറായി വിജയൻ്റെ മുഖത്തെ കൊണ്ടുവന്ന് നിർത്താൻ ഇവർക്ക് സാധിച്ചു. അതിനുശേഷം ഈ കിറ്റ് ഏർപ്പെടുത്തുന്നു. ആ കിറ്റിനെ കുറേ കാലം കൊണ്ടുപോകുന്നു. അതായത് കുറേ മാസങ്ങളോളം ഈ കിറ്റ് കൊണ്ടുപോകുന്നു. അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഈ കിറ്റ് ഇല്ലാതാകുന്ന ഒരു സാഹചര്യവും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഇപ്പോൾ നോക്കൂ, ഓണത്തിന് എനിക്ക് തോന്നുന്നു BPL താഴെയുള്ള എല്ലാ ആളുകൾക്കും കിറ്റ് ഈ VD സതീശൻ സർക്കാർ പറയുന്നുണ്ട്. അത് ഈ പ്രളയവുമായി ബന്ധപ്പെട്ടൊന്നുമല്ല, ഓണക്കിറ്റാണ്. ഓണക്കിറ്റ് എല്ലാവർക്കും സൗജന്യമായി എത്തിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഒരുക്കുന്നുണ്ട്. ഇവിടെ പ്രളയം ഉണ്ടായപ്പോൾ ഉണ്ടാകുന്ന വിവാദങ്ങൾ എന്തൊക്കെയാണ്? പ്രളയം നടക്കുമ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ പൊന്നാനിയിലെത്തി ഒരു വീട്ടിൽ പോയി മട്ടൻ ബിരിയാണി കഴിച്ചു. അദ്ദേഹം അമ്മായിയപ്പനെ കാണാൻ ഹെലികോപ്റ്ററിൽ പോയി. ഇതൊക്കെ ക്രോഡീകരിക്കേണ്ടുന്ന, ഏകോപിപ്പിക്കേണ്ടുന്ന മുഖ്യമന്ത്രി കറങ്ങി നടക്കുകയാണ് എന്ന തരത്തിലാണ് പ്രചരണങ്ങൾ ഉണ്ടാകുന്നത്. ഞങ്ങളുടെ പിണറായി വിജയൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വെള്ളമെല്ലാം കുടിച്ചു പറ്റിച്ചേനെ എന്ന തരത്തിൽ പല പാവപ്പെട്ട അമ്മമാരെ കൊണ്ടും ബിജിലിമാർ പലയിടങ്ങളിലും പറയിപ്പിച്ചു. പലയിടങ്ങളിലും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. നോക്കൂ, ഇവിടെ ഈ പ്രളയം ഉണ്ടായി. ഈ പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ച മേഖലകളൊക്കെ നമുക്കറിയാം. അതിൽ റാന്നി എടുക്കുക. റാന്നി പട്ടണമാണ് ഏറ്റവും ആദ്യം മുങ്ങിപ്പോയത്. റാന്നിയുടെ MLA ബഹുമാനപ്പെട്ട പഴകുളം മധുച്ചേട്ടനാണ്. അപ്പോൾ അവിടെ പഴകുളം മധുച്ചേട്ടൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു വലിയ പരിപാടികളുണ്ട്. ഈ വെള്ളം ഇറങ്ങിപ്പോയതിനു ശേഷം പിറ്റേന്ന് രാവിലെ MLA ഒരു കൈലിയും എടുത്തുകൊണ്ട് വന്നിരുന്ന് അവിടെ നിന്ന് ക്ലീൻ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ താമസിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ പോലും പറഞ്ഞിട്ട് ചെയ്യാത്തത് MLA നേരിട്ടിറങ്ങിയപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരും മറ്റുള്ള നാട്ടുകാരും ഇറങ്ങി നിമിഷ നേരം കൊണ്ട് ആ നഗരം, പട്ടണം വൃത്തിയാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോയി. അബിൻ വർക്കി എന്ന് പറയുന്ന ആറന്മുളയുടെ MLA, അദ്ദേഹം രാത്രികാലങ്ങളിലെല്ലാം കൃത്യമായി നവമാധ്യമങ്ങളിലൂടെ അപ്ഡേറ്റ് ഇട്ടുകൊണ്ട് ആളുകൾക്കിടയിൽ വെള്ളത്തിലൊക്കെ ഇറങ്ങിപ്പോയിക്കൊണ്ട് രക്ഷാപ്രവർത്തനത്തിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന സാഹചര്യമുണ്ട്. ചാണ്ടി ഉമ്മൻ, അതായത് ഏതൊക്കെ MLA-മാരുടെ മണ്ഡലങ്ങളിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, കൊടുക്കുന്ന സുരേഷ് MP കൃത്യമായി ഈ പറയപ്പെടുന്ന കുട്ടനാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹം നടത്തുന്ന ഇടപെടലുകൾ നമുക്ക് കാണാതെ പോകാൻ പറ്റുന്നില്ല. PC വിശ്വനാഥ് ഈ പറയപ്പെടുന്ന റാന്നി പത്തനംതിട്ട മേഖലയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് അദ്ദേഹം കൃത്യമായി അപ്ഡേറ്റ് കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ചുമതലയുള്ള ജില്ല എന്ന നിലയിൽ അദ്ദേഹം അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയാണ്. ഒരു ദുരന്തമുഖം ഉണ്ടാകുമ്പോൾ
മുഖ്യമന്ത്രി നേരിട്ട് വന്ന് അവിടെ ക്യാമ്പ് ചെയ്യേണ്ടുന്നതോ അല്ലെങ്കിൽ അവിടെ നിന്ന് കാര്യങ്ങൾ നീക്കുക അല്ല വേണ്ടത്. അതെ. ഈ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ നാടിനാവശ്യമായ മറ്റു കാര്യങ്ങൾ നടക്കണം, വേണ്ട എന്നുള്ളതല്ല. മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട പരിപാടികളാണ് വി.ഡി. സതീശൻ്റെ, അല്ലേ? ഒരു മുഖ്യമന്ത്രി എന്നത് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട പരിപാടികളാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം എല്ലാ ഞായറാഴ്ചകളിലും അദ്ദേഹം എറണാകുളത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇത് ഇന്ന് തുടങ്ങിയ ശീലമൊന്നുമല്ല കേട്ടോ. പ്രതിപക്ഷ നേതാവായിരുന്ന കാലം തൊട്ട് അദ്ദേഹം പറവൂരിൻ്റെ MLA ആയ കാലം തൊട്ട് ഇനി എന്ത് വലിയ തിരക്കുകളുണ്ടായാലും ഞായറാഴ്ച അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുണ്ടാവും, പറവൂരിലുണ്ടാകും. അപ്പോൾ സ്വാഭാവികമായി അന്ന് എനിക്ക് തോന്നുന്നു എറണാകുളത്ത് ഇടിമണ്ണിക്കൽ ജ്വല്ലറിയുടെ എന്തോ ഒരു ഷോറൂം ഉദ്ഘാടനവും അദ്ദേഹം ഏറ്റു. അതും അദ്ദേഹം പോയി ചെയ്തു. ഇതിൻ്റെ തിരക്കുകൾക്കിടയിൽ അതും അദ്ദേഹം പോയി ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ യാത്രയാണ്, അതെനിക്ക് തോന്നുന്നു പ്രത്യേകം സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. 80 ലക്ഷം രൂപ ഒരു മാസം ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും വാടക കൊടുക്കേണ്ടുന്ന ഒരു ഹെലികോപ്റ്ററിൻ്റെ അഗ്രിമെൻ്റാണ് പിണറായി വിജയൻ സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും അതിന് വാടക കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് അതിൽ യാത്ര ചെയ്യുന്നതിൽ എന്താണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് പിണറായി വിജയനും ആകാമായിരുന്നു. പക്ഷേ വി.ഡി. സതീശൻ സർക്കാർ അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ട് വി.ഡി. സതീശൻ സർക്കാർ വാടക എടുത്തൊരു ഹെലികോപ്റ്റർ കൊണ്ട് വി.ഡി. സതീശൻ യാത്ര ചെയ്യാൻ പോയാൽ ഈ പറയപ്പെടുന്ന അത് തെറ്റാണ്. ഇത് ഓൾറെഡി ഒരു സർക്കാർ വാടക എടുത്തിരിക്കുന്നു. ഈ മാസം അതിന്റെ കരാർ അവസാനിക്കുകയാണ്. ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് ആരാണ്? കേരള പോലീസാണ്. എയർ ആംബുലൻസ് ആയിട്ടാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് 80 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ ആ 80 ലക്ഷം രൂപയ്ക്ക് എത്ര 24 മണിക്കൂർ എന്തോ ആണ് ഇത് പറക്കുന്നത്. അത് ഉപയോഗിക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ ഖജനാവിലെ കാശല്ലേ പോകുന്നത്. അപ്പോൾ പ്രളയമാണ്, റോഡ് ഗതാഗതം എല്ലാം ഡിലേ ആണ്, റെയിൽ ഗതാഗതം എല്ലാം ഡിലേ ആണ്. അപ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രിക്ക് എത്തപ്പെടേണ്ട സ്ഥലങ്ങളിൽ എത്തിപ്പെടേണ്ടതുണ്ട്. അദ്ദേഹം അതിൽ എത്തിപ്പെട്ടു. ഇനി എറണാകുളത്തെ ഹെലികോപ്റ്ററിൽ ഔദ്യോഗിക പരിപാടികൾക്ക് വന്നിറങ്ങിയ മുഖ്യമന്ത്രി ആലുവയിൽ കാരത്തുവഴി ഹോസ്പിറ്റൽ, നമ്മൾ ഇവിടുന്ന് സംസാരിക്കുന്നതിന് 4 കിലോമീറ്റർ അപ്പുറത്തുള്ള കാരത്തുവഴി ഹോസ്പിറ്റലിൽ കിടക്കുന്ന അമ്മായിയപ്പനെ കാണാൻ അദ്ദേഹത്തിന്റെ കാറിലാണ് പോയത്. അല്ലാതെ ഹെലികോപ്റ്റർ കാരത്തുവഴി ഹോസ്പിറ്റലിൽ മണ്ടേ കൊണ്ട് ഇറക്കിയിട്ട് അവിടെ കയറി അമ്മായിയപ്പനെ കണ്ടതല്ല. എറണാകുളത്ത് അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യാപിതാവിന് സുഖമില്ലാടക്കം കയറി കാണുന്നത് തെറ്റാണ്. ഞാനതിൽ ചിന്തിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഫാദർ ഇല്ലോയ്ക്ക് ഈ കാരത്തുവഴി ഹോസ്പിറ്റലിലാണോ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതെന്നാണ് ഞാൻ വെച്ചത്. അത് ഹോസ്പിറ്റലിൽ കുഴപ്പമാണെന്നല്ല ഞാൻ പറയുന്നത്. ആലുവയിൽ രാജഗിരി പോലെയുള്ള വൻകിട ഹോസ്പിറ്റലുകളുണ്ട്. മുഖ്യമന്ത്രിയുടെ ഫാദർ ഇല്ലോ എന്ന് പറഞ്ഞാൽ സൗജന്യ ചികിത്സയായിരിക്കുമല്ലോ അവിടെ. എന്നിട്ടും അതൊരു സാധാരണ ആശുപത്രിയിലാണ്, സാധാരണക്കാരുടെ ആശുപത്രിയിലാണ് ആ ട്രീറ്റ്മെന്റ്. അതാണ് ഞാൻ ശ്രദ്ധിച്ചത് ആ വാർത്ത കണ്ടപ്പോൾ. അപ്പോൾ കാരത്തുവഴി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ വിഷ്ണു അറിയില്ലായിരിക്കും, ഞങ്ങൾക്കൊക്കെ വിഷ്ണു പുതിയ ആളായിരുന്നു. നമുക്കൊക്കെ ഒരു പനിയോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇവിടെ നമ്മൾ ഓടിപ്പോകുന്ന ഒരു ആശുപത്രിയാണ്. അപ്പോൾ വി.ഡി. സതീശന്റെ അമ്മായിയപ്പനും അവിടെയാണ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ രണ്ട് കൈയിൽ നിന്നിട്ട് കൈയടിച്ച് സ്വീകരിക്കേണ്ട ഒരു സാധനമാണ്. ഇനി അന്ന് പിണറായി വിജയന് കൊടുത്ത ആ PR വർക്ക് ഉണ്ടല്ലോ, ആ PR വർക്കിനെ നേരെ ഉൾട്ടയടിച്ചിട്ട് വി.ഡി. സതീശനെ തകർക്കാൻ ശ്രമിക്കാം എന്നുള്ളതാണ്. അബിൻ വർക്ക് ഇന്നലെ ചാനൽ ചർച്ചയിൽ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. രാഷ്ട്രീയം പറയാം, നിങ്ങളും നമ്മളും എല്ലാവരും രാഷ്ട്രീയം പറയുന്നവരാണ്. പക്ഷെ അത് ഈ വെള്ളമൊന്ന് ഇറങ്ങിക്കോട്ടെ, ഈ പ്രശ്നങ്ങളൊന്ന് മാറിക്കോട്ടെ, സാധാരണക്കാരൻ്റെ കണ്ണീരൊന്ന് വറ്റിക്കോട്ടെ, അത് കഴിഞ്ഞ് രാഷ്ട്രീയം പറയാം. അതുവരെ ദുരന്തമുഖത്ത് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടുണ്ടാകും. ഇനി ഈ ദുരന്തമുണ്ടാകുന്നു ഈ ഇവിടങ്ങളിൽ നേരത്തെ ഈ പറയപ്പെടുന്ന അമ്പലപ്പുഴ ആയാലും ഈ പറയപ്പെടുന്ന റാന്നി ആയാലും ഈ പറയപ്പെടുന്ന ഇടങ്ങളിലൊക്കെ നേരത്തെ ഇടതുപക്ഷത്തിന്റെ MLA മാരുണ്ടായിരുന്നോ? ഇവിടെയൊക്കെ പല പഞ്ചായത്തുകളിലെയും മെമ്പർമാർ, പ്രസിഡന്റുമാർ ഇടതുപക്ഷക്കാരാണ്. ഈ MLA മാരെല്ലാം പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുന്ന ഇടതുപക്ഷ മെമ്പർമാരെയും ഇടതുപക്ഷ പ്രസിഡന്റുമാരെയും ഒക്കെ വിളിച്ചു തന്നെയാണേ. അവിടെ രാഷ്ട്രീയമൊന്നുമില്ല. പരസ്പരം കൈകോർത്തുകൊണ്ട് തോളോട് തോൾ ചേർന്ന പ്രവർത്തനമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൽ ചില ക്രമീകരണങ്ങൾ, നേരത്തെ നമ്മൾ പറഞ്ഞ പേരുകാരനെ പോലെയുള്ള ആളുകൾ അവിടെ ചെന്ന് ആളുകളെ കൊണ്ട് പറയുകയാണ്. ഇത് കാണുമ്പോൾ നമുക്കെല്ലാം ഓർമ്മ വരുന്നത് ഒരൊറ്റ സിനിമയിലെ ഒരൊറ്റ സീനായിരിക്കും. അതേതാണ്? പാപ്പിയപ്പച്ചയിലെ അതേ സീനാണ് നമുക്ക് ഓർമ്മ വരുന്നത്. പ്രളയം നടക്കുമ്പോൾ മുഖ്യമന്ത്രി വന്ന് അവിടെ ഇരുന്ന് കോർഡിനേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പണി ചെയ്യാൻ ഒരുപാട് പേരെ കിട്ടും, പണി ചെയ്യിപ്പിക്കാനാണ് ആളെ കിട്ടുന്നത്. നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം കൃത്യമായി തലസ്ഥാനത്തോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ MLA ഓഫീസിലോ ഇരുന്നു കൊണ്ട് കൃത്യമായ കാര്യങ്ങൾ ക്രോഡീകരിക്കുന്നുണ്ട്. ചുമതലയുള്ള മന്ത്രിമാർ ഫീൽഡിലുണ്ട്, MLA മാർ ഫീൽഡിലുണ്ട്, ജനപ്രതിനിധികൾ ഫീൽഡിലുണ്ട്. ഈ പറയപ്പെടുന്ന എല്ലാ തരത്തിലുമുള്ള ആളുകൾ ഫീൽഡിൽ നിന്നുകൊണ്ട് കൃത്യമായി പണിയെടുക്കുന്നുണ്ട്. ജനം വന്നുപോയി. ഇനി 2018 ഒരു പ്രളയം ഉണ്ടായി, വലിയ പ്രളയമുണ്ട്, 2 പ്രളയങ്ങളുണ്ടായി. ഈ പ്രളയത്തിന് ശേഷം പ്രളയം ഉണ്ടാകാത്തതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി, വാട്ടർ മാനേജ്മെന്റ് പഠിക്കാൻ വേണ്ടി ഇവർ പല രാജ്യങ്ങളിലും പോയല്ലോ. പഴയ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കുടുംബവുമായിട്ട്. ഇവിടെ എന്താ ചെയ്തത്? എല്ലാവരും പറയുന്നുണ്ട് വെള്ളം ഒഴുകിപ്പോകാൻ പുഴയിൽ ഇടമില്ല. ഇവര് ഈ പറയപ്പെടുന്ന കരിമണലും അങ്ങനെ പലതും തൂക്കി വിറ്റ ഈ ടീമിന് ഈ പുഴയിൽ കിടക്കുന്ന ഈ വലിയൊരു ധനം അവിടെ കിടപ്പുണ്ട്. എന്താണ്? പുഴമണലും ചെളിയും എക്കലും ഒക്കെ അടങ്ങുന്നത്. അത് വാരി സർക്കാർ തലത്തിൽ മാഫിയകൾ ഇടപെടാതെ വാരി കെട്ടിട നിർമ്മാണ മേഖലയിലേക്ക് ഉപയോഗിച്ചെങ്കിൽ അപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പണി നടക്കുന്നു. എന്തുമാത്രം മെറ്റീരിയൽ വേണം? ഈ പാറയെല്ലാം കൂടെ പൊട്ടിച്ച് മാറ്റേണ്ട കാര്യമുണ്ടോ? ഇത് കൃത്യമായി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഖജനാവിലേക്ക് വൻതോതിൽ പണവും വന്നേനെ, വെള്ളവും കൃത്യമായി ഒഴുകി കടലിലേക്കോ കായലിലേക്കോ പോയേനെ. ഈ ബുദ്ധിമുട്ടുണ്ടാകില്ലായിരുന്നു. അതിനവർ തയ്യാറെടുത്തു. 2018 കഴിഞ്ഞ് 2026 ഇരുന്ന് സംസാരിക്കുമ്പോഴും
പുഴകളിലും കായലുകളിലും തോടുകളിലും ഒക്കെ ചെളിയും മണ്ണ് നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴും ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ വീടിൽ നിന്ന് തേക്കാൻ വേണ്ടി ഒന്ന് പൂശാൻ വേണ്ടി ഒരു ചട്ടി മണല് ഏതെങ്കിലും ഒരു തോട്ടിൽ നിന്ന് വാരിയ പോലീസ് പിടിച്ചോണ്ട് പോകും. ഒരു ബൈക്ക് കൊണ്ടുപോയാൽ ബൈക്കിൽ കൊണ്ടുപോയാൽ ബൈക്ക് പിടിച്ചോണ്ട് പോകും, ഓട്ടോയിൽ കൊണ്ടുപോയാൽ ഓട്ടോ പിടിച്ചോണ്ട് പോകും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് സർക്കാർ തലത്തിൽ ഇതെല്ലാം ഈ ഡാമുകളിലെ മണ്ണും ഈ പറയപ്പെടുന്ന പുഴകളിലെ മണ്ണും നീക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. ഇനി എന്താണ് ഇവിടുത്തെ പ്രശ്നം? ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വെള്ളം പ്രശ്നമാണ്. പിന്നെ പ്രശ്നമെന്ന് പറയുന്നത് ഇങ്ങനെ സംസാരിച്ച ഒരാളുണ്ട്, ആരെന്നറിയോ? കേരളത്തിലെ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി. അദ്ദേഹത്തിന് പ്രശ്നമാണ് മൊത്തം. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറയാനില്ല, ഒരു പ്രശ്നമില്ലായ്മയാണ് കെ എൻ ബാലഗോപാലിന്റെ പ്രശ്നമായി നമ്മൾ റിപ്പോർട്ടർ ടിവിയുടെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. പുള്ളിക്ക് ഒരു പ്രശ്നം പറയാനില്ല, എങ്കിലും പ്രശ്നമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പത്തനംതിട്ട മേഖലയിൽ ഈ പറയപ്പെടുന്ന പുഴയിലെ മണൽ വാരിയാൽ പാറമാഫിയുടെ പണി കുറയും. ഏതാ? എംസാന്റും ബിസാന്റിന്റെയും പണി കുറയും. അപ്പോൾ പാറമാഫിയെ നിയന്ത്രിക്കുന്നത് ഏത് കുടുംബക്കാരനാണ് എന്ന് തിരക്കണം. അപ്പോൾ ഈ പ്രശ്നമില്ലാതെ പ്രശ്നം ഉണ്ടാക്കാൻ നടക്കുന്ന ഈ പ്രശ്നക്കാരനുണ്ടല്ലോ, അദ്ദേഹം അടക്കം അതിൽ പ്രതികരിക്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിൽ പ്രതികരിച്ച ആരോപണ സാഹചര്യത്തിലേക്ക് പോകും. കാരണം അവരൊന്നും ചെയ്തിട്ടൊന്നുമില്ല, അവരായിരുന്നല്ലോ കേരളം ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പാറമാഫിയയ്ക്ക് വേണ്ടി ഈ പറയപ്പെടുന്ന പുഴകളിലെ മണലും എക്കലും ഒന്നും മാറ്റാതെ കിടക്കുന്നു. വെള്ളം ഒഴുകിപ്പോൾ സ്ഥലം വേണ്ടേ? വെള്ളം എവിടെ നോക്കി നിൽക്കും? പുഴയേക്കാൾ ആഴമാണിപ്പോൾ പട്ടണങ്ങൾക്ക്. അവിടെ വന്ന് ക്യാമ്പ് ചെയ്തു. പാവപ്പെട്ടവർ ആർക്ക് പോയി? പാവപ്പെട്ടവർ പോയി. സർക്കാർ ധനസഹായം കൊടുക്കില്ല എന്നുള്ളതല്ല. അതുകൊണ്ടെല്ലാം തീരുമോ? തീരില്ല. ഓണമായിരുന്നു. ഓണക്കച്ചവടത്തിൽ സ്റ്റോക്ക് ചെയ്തിരുന്ന കോടികളുടെ സാധനങ്ങളാണ്, അരിയും പച്ചക്കറിയും തുണിയും അടക്കം പാവപ്പെട്ടവന് നഷ്ടപ്പെട്ടത്. കുടുംബങ്ങൾ പി സി ജോർജ് എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് 30 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് നഷ്ടം ഉണ്ടായിരിക്കും. പി സി ജോർജിന്റെ വീട് ഞാൻ പലവണ പോയിട്ടുള്ളതാണ്, ഇന്റർവ്യൂ എടുക്കാനും മറ്റു കാര്യങ്ങളൊക്കെ. അത് അവിടെയൊക്കെ വെള്ളം കയറിയെന്ന് പറയുമ്പോൾ ഈ ഒഴുകി വന്ന വെള്ളത്തിന്റെ ഒരു വ്യാപ്തിയാണ് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും ദൈവം സഹായിച്ച് മഴ കുറഞ്ഞിട്ടുണ്ട്. മഴയും വേണം, മഴ വേണ്ടെന്ന് പറയാൻ പറ്റില്ല, മഴയും വേണം. ഇതെല്ലാം കൺട്രോൾഡ് ആണ്. പ്രശ്നങ്ങളൊക്കെ സർക്കാർ പരിഹരിച്ചു. ഇനി ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്ന കാര്യങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വി ഡി സതീശൻ സർക്കാർ ആർജവമുള്ള സർക്കാരാണ്. അവരത് ചെയ്യുക തന്നെ ചെയ്യും, ഉറപ്പായിട്ടും.